ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമ്പര. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മച്ചാമ്പര നമുക്ക് കറക്റ്റായിട്ട് രീതിയിൽ നിങ്ങൾക്ക് അറിയാം, ഇന്ന് നമുക്ക് കർക്കിടകമായിരുന്നു. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ ആയപ്പോൾ നമുക്ക് സമയം കറക്റ്റ് കിട്ടിയില്ല മച്ചാമ്പര. ഞാൻ വീട്ടിൽ വന്നതും പെട്ടെന്ന് തന്നെ തമ്മിൽ റെഡിയാക്കി ഒരു 11:30 ആയപ്പോൾ തന്നെയാണ് ലൈവിൽ വന്നത്. അതാണ് പറ്റിപ്പോയി. പിന്നെ മച്ചാമ്പര കുറേ പേര് റിപ്ലൈ തരാൻ പറ്റില്ല. അപ്പം ഫുള്ളൊരു ഇതായിപ്പോയി. മഴയായാലും പിന്നെ ഇന്നലെ ആയാലും മച്ചാമ്പര നമുക്ക് രാവിലെ കറണ്ട് പോയിട്ട് പിന്നെ കറണ്ട് വന്നത് നിങ്ങൾക്ക് അറിയാലോ, വൈകുന്നേരം വന്നത്. അപ്പോൾ വൈഫൈ ഇല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം ഓഫ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ലൈവ് വരാൻ പറ്റിയില്ല മച്ചാമ്പര. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും തകർക്കാൻ മച്ചാമ്പര. ഓൺ ദ വേ ആണ് നമ്മുടെ കോയിൻ ഗീവ് ഒക്കെ സെറ്റാക്കാം. നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ പൊളിക്കാൻ മച്ചാമ്പര. അപ്പോൾ ഓൾറെഡി മച്ചാമ്പര നമുക്കറിയാം, നിങ്ങൾ ആരും എടുത്ത് ജസ്റ്റ് കമന്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ ഓൾറെഡി ഫോർലാൻ ഗ്യാങ്ങും അതുപോലെ തന്നെ വാൻബാസ്റ്റിംഗ് ഗ്യാങ്ങും ഡ്രാഗണിന്റെ ഗ്യാങ്ങും കെനവേര ഗ്യാങ്, നിങ്ങൾ ആരും എടുത്ത് അതൊരു ഗ്യാങ് പോലെ ജസ്റ്റ് ഇടുക. നമുക്ക് നോക്കിയൊക്കെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഏതൊരു പ്ലെയറിനാണ് ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ ഒരു അപ്ഡേറ്റിനെ പറ്റിയും പിന്നെ കുറേ കാര്യങ്ങളുണ്ട് മച്ചാമ്പര. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതിന് ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മച്ചാമ്പര. ഓൾറെഡി നമ്മുടെ റിവ്യൂവും കാര്യങ്ങളും ഫസ്റ്റ് ഇംപ്രഷൻ വരുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്, റിയൽ സഞ്ജു ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലാണ്. ഞാൻ കക്കാൻ്റെ ഓൾറെഡി ഇട്ട പോലെ തന്നെ വരുന്നുണ്ട്. അതിലും ഇപ്പോൾ 2 ദിവസമായിട്ട് ഡിലേ ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി കരണ്ട് പ്രശ്നങ്ങളാകുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ നമുക്ക് ഇനി ഉഷാറാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഏകദേശം അപ്പോൾ ആദ്യം തന്നെ പറയാൻ വേണം വെച്ചാൽ നമുക്ക് കുറെ പേര് ഇപ്പൊ എടുത്തവർ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ പറയാം, സെലക്ഷൻ കോൺട്രാക്ട് ലാപ്പിൽ മച്ചാമാരെ പകുതി പേരുടെ ഇപ്പോഴും തീർന്നിട്ടില്ല. അതായത് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് മച്ചാമാരെ, എനിക്ക് ഇവിടെ ഓൾറെഡി നോക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. മിഷനിൽ പോവാം. ആദ്യം നിങ്ങൾ മിഷനിൽ പോവാം ഗൈസ്. അപ്പോൾ മിഷനിൽ പോയതിനു ശേഷം നമ്മുടെ ഈ ഒരു BVP ഉണ്ട്, ഒബ്ജക്റ്റീവ്സ്, അതിൽ പോയിട്ട് നമ്മൾ 30 ആനിവേഴ്സറി അത് എടുക്കുക. മച്ചാമാരെ അത് എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് എനിക്കിപ്പോൾ 15-ൽ 13 ഇവിടെ കുറേ പേർക്ക് 15-ൽ 6, 5 ഒക്കെ നിൽക്കുന്നവരുണ്ട്. അതെങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാനൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം മച്ചാമാരെ. അതുപോലെ തന്നെ ഡോർമോണ്ടിന്റെ സ്റ്റേഡിയം വന്നിട്ടില്ല, അതിനൊരു കാരണവും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ നമ്മുടെ പാക്ക് ഉണ്ടല്ലോ ഗൈസ്, MSന്റെ പാക്കിലൊരു ഇതുണ്ട്, അതും പറഞ്ഞുതരാം. അപ്പോൾ മച്ചാമാരെ നിലവിൽ കുറേ പേർക്ക് എന്താ പറയുക, ഓട്ടോ ട്രെയിനിങ്ങിന്റെ പ്രശ്നം തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും പറഞ്ഞുതരാം കേട്ടോ മച്ചാമാരെ. ഇവിടെ ക്ലിയർ ഒബ്ജക്റ്റീവ് നിങ്ങൾ നോക്കുമ്പോൾ പലരും ഇവിടെ സെറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇവിടെ കുറേ പേര് മറന്നുപോയൊരു കാര്യമുണ്ട്. അതായത് നമ്മളിവിടെ മിഷനിൽ വരുമ്പോൾ ഇവിടെ ഓൾറെഡി AA മാച്ച് ഉണ്ട്. AA മാച്ചിൽ ഇവിടെ കണ്ടോ 30 ആനിവേഴ്സറിന്റെ ഫ്ലെക്സിബിൾ മാച്ച് ഉണ്ട്. ഇനി 6 ദിവസമുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ലോങ് ജേണി ഉണ്ട്. ഇവിടെ പലരും, അത് ഞാനായിക്കോട്ടെ, ഞാനും അന്ന് ഇതുപോലെ കോയിൻ കിട്ടാൻ വേണ്ടി 6000 പോയിന്റ് സെറ്റ് ആക്കിയതിനു ശേഷം പിന്നെ ഈ ഒരു 2 ഗെയിം തൊട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പറ്റിയതാണ് നമുക്ക് തെറ്റ്. അതായത് ഇത് മുഴുവൻ നമ്മൾ ഏകദേശം 20,000 പോയിന്റ്സ് എങ്ങാണ്ട് ഉണ്ട്. അത് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് 15-ൽ 15 കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഒരു സെലക്ഷൻ കോൺട്രാക്ട് കിട്ടുള്ളൂ ഗൈസ്. അങ്ങനെ ആകുമ്പോൾ സെറ്റ് ആവും. പിന്നെ അതുപോലെ മച്ചാമാരെ കുറേ പേര് കെന്നവേരൻ എടുത്തിട്ട് കുറേ പേർക്ക് ഇപ്പം എന്താ പറയുക, മൊത്തത്തിലെല്ലാം പോയി എന്ന് പറയുന്നുണ്ട്. അത് ഗൈസ് നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പറയുക, കുറേ പേര് സ്കിൽ ട്രെയിനിങ് ചെയ്തു. സ്കിൽ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല മച്ചാമാരെ. നമ്മൾ ഓട്ടോ ട്രെയിനിങ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ബൂസ്റ്റർ കൊടുക്കുമ്പോൾ പരമാവധി എല്ലാ ബൂസ്റ്ററും ഒരേപോലെ തന്നെ ഇടുക. കാരണം ഡിഫെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം കുറേ പേര് ഞാൻ കണ്ടായിരുന്നു, കുറച്ച് പേര് പറഞ്ഞത് കെന്നവേരൻ എടുത്തിട്ട് എന്തോ പോലെ ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഓട്ടോ ട്രെയിനിങ് ചെയ്യുക, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാറ്റം വരും. അതേപോലെ മച്ചാമാരെ ഓൾറെഡി നോക്കുകയാണെങ്കിൽ പിന്നെ സ്റ്റേഡിയത്തിൻ്റെ കാര്യം ഗൈസ്, സ്റ്റേഡിയത്തിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് ഇന്ന് അപ്ഡേറ്റ് വന്നു, മാച്ച് വന്നു, പിന്നെ അതുപോലെ ഓരോ പ്ലേയേഴ്സും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി ചോദിച്ചാൽ നമ്മുടെ ഗ്യാങ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ മാർക്കോ റോയ്സിന്റെ കാർഡൊക്കെ ഓൺ ദ വേ, അത് വരുന്നുള്ളൂ. അതെന്തായാലും നമ്മുടെ അപ്ഡേറ്റ് അനുസരിച്ചേ വരുള്ളൂ. അപ്പോൾ മിക്കവാറും മച്ചാമാരെ സ്റ്റേഡിയം നമ്മുടെ 2026 ഓഗസ്റ്റ് 14 ആ ഒരു അപ്ഡേറ്റ് മാത്രമേ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മുടെ ഡെയിലി ഗെയിം എല്ലാം റീസെറ്റ് ആകുമ്പോൾ ആ ഒരു ടൈമിലെ മിക്കവാറും നമ്മുടെ സ്റ്റേഡിയം വരുള്ളൂ. ഇന്ന് സ്റ്റേഡിയം നിലവിലെത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ തുറക്കാത്തവരുണ്ട്. അപ്പോൾ സെർവർ എനിക്കൊന്ന് ബിസി ആയതുകൊണ്ടാണ് ആ ഒരു പ്രശ്നമാണ്. അല്ലാണ്ട് എല്ലാവർക്കും തന്നെ തുറന്നു വന്നിട്ടുണ്ടാവും എന്തായാലും മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ എന്തായാലും മച്ചാമാരെ നമ്മുടെ MSN പാക്ക് കറക്കുന്നതിന്റെ കമന്റ് ചെയ്യുക. ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലാണ് കറക്കുന്നത്. ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ കറക്കുന്നില്ല മച്ചാമാരെ. ഓൾറെഡി ലൈറ്റിന്റെ പ്രശ്നം കാരണം ഇടയ്ക്കിടയ്ക്ക് ഇത് മാറുന്നുണ്ട്. അപ്പം MSN പാക്ക് നിങ്ങൾ കുറേ പേരൊക്കെ കറക്കി, കുറേ പേർക്കൊക്കെ 900 കോയിലൊക്കെ അടിച്ചവരുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ 100 കോയിലേക്ക് കിട്ടിയൊരു കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മച്ചാമാരെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് ലൈവ് പഴയ പോലെ തന്നെ വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ലൈവിലായിട്ട് 8 മണിക്കാണ് മച്ചാമാരെ ലൈവ് ഉണ്ടാവും. അപ്പോൾ കുറേ പേരെ ടീമൊന്നും നോക്കാൻ പറ്റില്ല. അപ്പം എല്ലാം നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്ത് ഉഷാറാക്കാം. വീഡിയോയിലായിട്ട് ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.